ഇനി ഒരു സിമ്പിൾ അച്ചാർ ഉണ്ടാക്കിയാലോ? പെട്ടെന്നൊക്കെ നമ്മുടെ വീട്ടിൽ അച്ചാർ തീരുവാണ്, ആരെങ്കിലും ഒരു വിരുന്നുകാർ വരുവാണ്, നമുക്കൊരു കറി വേണമല്ലോ അതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതിനൊരു മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇച്ചിരി ഒന്ന് വിളഞ്ഞിട്ടുണ്ട്, കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണ് കേട്ടോ. വിളഞ്ഞ മാങ്ങയാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഇതൊന്ന് ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. എൻ്റെ ഹാഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഹാഫ് മാങ്ങയുടെ ആവശ്യമേ ഉള്ളൂ, കാരണം ഇത് ഒരുപാട് ദിവസത്തേക്കൊന്നും ഇരിക്കത്തില്ല. അതാ ഇങ്ങനെ ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഈ റെസിപ്പി നിങ്ങൾ ആർക്കും പറഞ്ഞു കൊടുക്കണ്ട കേട്ടോ. നിങ്ങൾ തന്നെ ഇത് രഹസ്യമായിട്ട് മനസ്സിൽ വെച്ചിരുന്നാൽ മതി, നമുക്ക് അച്ചാറൊക്കെ തരുമ്പോൾ ഉണ്ടാക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് ഞാൻ തട്ടി മാറ്റി വെച്ചിട്ടുണ്ട്, അവിടെ ഇരുന്നോട്ടെ. ഇനി ഒരു ചീനിച്ചട്ടി ഒന്ന് ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പച്ചട്ടിയാണ് എടുത്തത്. അതിലിച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിന് വെളിച്ചെണ്ണയാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ലെണ്ണ വേണ്ട, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലിച്ചിരി കടുക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് എണ്ണ നല്ലവണ്ണം ചൂടായി വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുകൊക്കെ പൊട്ടി വരുന്ന സമയം ഒരല്പം ഉലുവ കൂടെ ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് തന്നെ വിരുന്നുകാർ ആരെങ്കിലും വരുവാണെങ്കിൽ നമുക്കൊരു അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടി ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിമിഷ നേരം കൊണ്ട്, ഒരു 3 മിനിറ്റ് കൊണ്ട് നമുക്ക് ഈ അച്ചാർ ഉണ്ടാക്കിയെടുക്കാം. ആ ഉലുവയും ഇട്ടിട്ടുണ്ട്. കൂടെ തന്നെ 2-3 വറ്റൽ മുളക് ഒന്നിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊപ്പം ഒരല്പം കറിവേപ്പില കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയെല്ലാം നല്ലവണ്ണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടി ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കുക. ഈ എണ്ണയിൽ തന്നെ മുളക് പൊടി ഒന്ന് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരല്പം കായപ്പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം. കായപ്പൊടി ഒരല്പം ഇട്ട് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. ആ മുളകൊക്കെ ഒന്ന് നല്ലവണ്ണം മൂത്ത് വരട്ടെ. ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നേരെ ഒരു 30 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന മാങ്ങ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സിമ്പിൾ അച്ചാറാണ്, ഭയങ്കര ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ അച്ചാർ. അപ്പോൾ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ അച്ചാറൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതാ കണ്ടോ, മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഒരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റിയെടുക്കാം. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ മാങ്ങയെല്ലാം വിളഞ്ഞു വരുന്ന സമയമാണ്, കുഴപ്പമില്ല. വിളഞ്ഞ മാങ്ങയായാലും ഇച്ചിരി ഒരു മധുരം ഉണ്ടായിരുന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ സൂപ്പർ അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലൊരു പുതിയ റെസിപ്പി ആയിട്ട് ഉടനെ വരാം. ബൈ.